രാഷ്ട്രപതിക്ക് കത്തയച്ച് ലഡാക്ക് കലാപത്തെ തുടർന്ന് അറസ്റ്റിലായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനം വാങ്ചുക്കുമായി സംസാരിക്കാൻ അവസരമൊരുക്കണമെന്നാണ് ആവശ്യം. തന്നെ കാണാൻ മാധ്യമപ്രവർത്തകരെയും അനുവദിക്കുന്നില്ലെന്നും ഗീതാഞ്ജലി ആങ്മോ കത്തിൽ പറയുന്നു. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. നോബിൾ മാരിക്കാരൻ, ഗുഡ് ഈവനിംഗ്. ഗീതാഞ്ജലിയുടെ ആവശ്യം ന്യായമാണ്. ഗീതാഞ്ജലിക്ക് ആരോടും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെ പോവുകയാണോ? സുജയ, ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഗീതാഞ്ജലി ആംബോ നിലവിൽ ജയിലിലുള്ള സോനം വാങ്ചുക്കിന്റെ ഭാര്യയാണ്. അവർ വ്യക്തമാക്കുന്ന പ്രകാരമാണെങ്കിൽ ജോധ്പൂർ ജയിലിലാണ് സോനം വാങ്ചുക്ക് ഉള്ളത്. പക്ഷേ അയാളുടെ അവസ്ഥ, സോനം വാങ്ചുക്കിന്റെ അവസ്ഥ എന്താണ് എന്ന് ഒരു വിവരവും ഇല്ല. അതുമാത്രമല്ല, ഭർത്താവിനെ കാണാനുള്ള ഒരു അവസരം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായി ഇതിൽ പറയുന്നത്. എന്താണെങ്കിലും അതിന് രാഷ്ട്രത്തിലെ ഒന്നാമത്തെ പൗരൻ എന്ന നിലയിൽ രാഷ്ട്രപതി അതിനുള്ള വഴി ഒരുക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, താനിപ്പോൾ ഉള്ളത് CRPFന്റെ തടങ്കലിലാണെന്നും തന്നെ കാണാൻ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളെ അനുവദിക്കുന്നില്ല എന്നും ഗീതാഞ്ജലി ഇപ്പോൾ ഈ കത്തിലൂടെ ഉന്നയിക്കുകയും ചെയ്യുന്നു. അതാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവർ ദില്ലിയിലെത്തിയ ഒരു വാർത്താ സമ്മേളനം നടത്തി തിരിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ എന്താണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. നമ്മളടക്കം വിളിച്ചെങ്കിലും അവരെ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CRPFന്റെ ഒരു നിരീക്ഷണത്തിലാണോ അവർ ഉള്ളതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതേസമയം ലഡാക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുതിയ നീക്കങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ലഡാക്കിലെ പ്രാദേശികമായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡർ ഫോഴ്സിനെ തള്ളുമോ കൊള്ളുമോ, അതാണ് നാളത്തെ പകലിൽ അറിയേണ്ടത്. താങ്ക് യു നോബിൾ ഫോർ ദ അപ്ഡേറ്റ്.